ആദരണീയനായ റവറൻ ഡോക്ടർ പോൾ തേലക്കാട്ട്, ആ മനുഷ്യൻ ഞാൻ തന്നെ എന്ന അദ്ദേഹത്തിൻ്റെ വേദസാര സാഗര ഗ്രന്ഥത്തിൽ അപൂർവമായ ഒരു അനുഭവം അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പരിസരങ്ങളിൽ അയൽ വീട്ടുകളിലായി ഏതാണ്ട് സമപ്രായക്കാരായ 10-15 കുട്ടികളുണ്ടായിരുന്നു. സന്ധ്യയോടടുക്കുന്ന വേളയിൽ എല്ലാ വീടുകളിൽ നിന്നും ഈ കുട്ടികളുടെ നിർത്താതെയുള്ള കരച്ചിൽ ഉയരുമായിരുന്നു. വിശന്നിട്ട് കരയുന്നവരുണ്ട്, ശാഠ്യം പിടിച്ച് കരയുന്നവരുണ്ട്, പഠിക്കണമെന്ന് പറഞ്ഞാലോ എന്ന് ഭയന്ന് മുൻകൂട്ടി ജാമ്യമെടുത്ത് കരച്ചിൽ കൊണ്ട് അതിനൊരു പരിചയ തീർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വന്ന് കരയുന്നവരുണ്ട്. 10-15 കുട്ടികളുടെ കരച്ചിൽ ഇങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇടവിട്ട് അവിടെ മുഴങ്ങുമായിരുന്നു. പക്ഷേ തേലക്കാട്ടച്ചൻ ശ്രദ്ധിച്ചത്, പിറ്റേന്ന് വീട്ടിലെ പ്രധാനപ്പെട്ട ജോലിയെല്ലാം ഒതുങ്ങി കിട്ടുന്ന വിശ്രമത്തിൻ്റെ അപൂർവ നാഴികളിൽ വേലിക്കപ്പുറവും ഇപ്പുറവും നിന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയും അയൽപ്പക്കക്കാരിയും തമ്മിൽ കുശലാന്വേഷണങ്ങൾ കൈമാറുന്ന കൂട്ടത്തിൽ അമ്മ ചോദിക്കുമായിരുന്നൊരു ചോദ്യമാണ്, നിൻ്റെ രണ്ടാമത്തെ കുട്ടി എന്താണ് ഇന്നലെ വൈകിട്ടൊരു വല്ലാത്ത കരച്ചിൽ കരഞ്ഞത്? 10-15 കുട്ടികൾ കരയുന്നു. അവരിൽ നിന്നും ഒരു വീട്ടിലെ കരച്ചിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആ വീട്ടിലെ 2 കരച്ചിലുകളിൽ നിന്നും ഇളയ കുട്ടിയുടെ കരച്ചിലിൽ ഒരു വല്ലായിക തോന്നുന്നു. അതെന്തുകൊണ്ടെന്ന് അന്വേഷിക്കുന്ന അമ്മ. അവന് വയറ്റിൽ നോവായിരുന്നു, എന്നിട്ട് നീ എന്ത് കൊടുത്തു എന്ന് കുശലാന്വേഷണം തുടരുന്നു. അപ്പോൾ പല കരച്ചിലുകൾക്കിടയിൽ നിന്നും നൊന്ത ഒരു കരച്ചിൽ മാത്രം കേട്ടെടുത്ത് അതിനെ തിരിച്ചറിയാൻ കഴിയുന്ന അമ്മക്കാതിൻ്റെ ഒരു അസാധാരണമായ അത്യപൂർവമായ ഒരു സിദ്ധിയുണ്ട്. ആ സിദ്ധിയാണ് ഒരു കവിയുടെ യഥാർത്ഥ അനുഗ്രഹ വരമെന്ന് പറയുന്നത്. ചുറ്റുപാടുമുള്ള കാഴ്ചകളിൽ നിന്ന് താൻ കാണേണ്ടതും ലോകത്തെ കാണിച്ച് അനുഭവവേദ്യമാക്കി പകർന്നു കൊടുക്കേണ്ടതുമായ കാഴ്ചകളെ കാണാനുള്ള അകക്കണ്ണ്, അതോടൊപ്പം തന്നെ കേൾക്കാത്ത കേൾവികൾ തൻ്റെ കാതിലേക്ക് ആവാഹിച്ചെടുത്ത് സ്വാംശീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് പുതിയ കേൾവികളായി പകുത്തു നൽകുവാനുള്ള മനസ്സ്, അതുകൂടെ ചേർത്താകാം രുദിതാനുസാരി കവി എന്ന് പൂർവ്വസൂരികൾ മുമ്പേ പറഞ്ഞു വെച്ചത്. രുദിതം എവിടെയുണ്ടോ, കഷ്ടപ്പാട് എവിടെയുണ്ടോ, മനുഷ്യൻ്റെ വ്യഥകൾ എവിടെയുണ്ടോ, വ്യാകുലതകൾ എവിടെയുണ്ടോ, പ്രപഞ്ചത്തിൽ പ്രകൃതിയുടെ കണ്ണുനീർ വീഴുന്ന ഇടങ്ങൾ എവിടെയെല്ലാമാണ്, അവിടേക്ക് കാതുകൂർപ്പിക്കുന്നവൻ, അവിടേക്ക് കണ്ണയക്കുന്നവൻ, അവനാണ് കവി. ആ കവിയുടെ മനസ്സിൻ്റെ ലോല ആലോല വിലോല തലങ്ങളിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്ന വിചാര ധ്യാനങ്ങളുടെ കുറിപ്പുകളാണ് കവിതകൾ. ആ കവിതകളെ അമൃത നിശ്ചന്തിയായി നമുക്ക് അവതരിപ്പിക്കാനുള്ള യോഗമാണ് ഈ പംക്തിയിലൂടെ നാം ഇവിടെ അനുഭവിക്കുന്നത്. ജോർജ് തോമസ് തൻ്റെ കാവ്യസബര്യ ആരംഭിക്കുന്ന ആദ്യ പാദത്തിൽ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ച വിസ്മയങ്ങളെയാണ് അക്ഷരത്താളിൽ പകർത്തുവാൻ ആരംഭിച്ചത്. പക്ഷെ പോകെ ജീവിതത്തെ കൂടുതൽ ഗാഢമായും സൂക്ഷ്മമായും നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ കവി മനസ്സിന് തോന്നി, പ്രകൃതിയും പ്രപഞ്ചവും തമ്മിലുള്ള അന്യോന്യത്തിൽ ഏൽക്കുന്ന മുറിപ്പാടുകളുടെ തേങ്ങലുകൾ തൻ്റെ മനസ്സിൽ പോറലുകൾ ഏൽപ്പിക്കുന്നുവെന്ന്. പിന്നെ അവയുടെ പുറകെയായി ഉപാസന. അദൃശ്യമായതിനെ അന്വേഷിക്കുന്നവനാണ് കവിയെന്ന് അദ്ദേഹത്തിൻ്റെ അലിയുന്ന തുരുത്ത് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് എഴുതിയ അവതാരികയിൽ ഗുരുശ്രേഷ്ഠനായ സാനു മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അദൃശ്യമായതിനെയാണ് അന്വേഷിക്കുന്നത്. കണ്ടെത്തി എന്ന് കരുതി നാം അതിനോട് സമീപത്താകുമ്പോഴാണ് തിരിച്ചറിയുന്നത് അതിനിയും എത്രയോ ദൂരെയാണ്. മരുഭൂമിയിലെ മരുപ്പച്ച പോലെ തേടി നടക്കുന്നത് എപ്പോഴും അപ്രാപ്യമായി വളരെ അകലത്തേക്ക് തെന്നിമാറുകയും അടുത്തെത്തിയെന്ന് കരുതുന്നത് ഒരിക്കലും ചേർത്ത് ആശ്ലേഷിക്കാൻ കഴിയാത്ത കനൽക്കട്ടകളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴുള്ള മനസ്സിൻ്റെ വ്യഥയാണ് കവി മനസ്സ് വരികളായി കുറിച്ചിടുന്നത്. അദൃശ്യമായതിനെ കെട്ടിപ്പിടിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് കൈപ്പാട് അകലെയാണ് എന്നറിയുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ വ്യഥകളും വിഹുലതകളും നിരാശതകളും, അതോടൊപ്പം തന്നെ പ്രതീക്ഷയായി കൊണ്ടു നടക്കുവാൻ അദൃശ്യമാണെങ്കിൽ പോലും എവിടെയോ ഒരു തീരമുണ്ടെന്നും ആ തീരം വാഗ്ദാനങ്ങളുടെ തീരമാണെന്നും പ്രത്യാശയുടെ തീരമാണെന്നുമുള്ള തിരിച്ചറിവാണ് മനുഷ്യവംശത്തെ തന്നെ മുന്നോട്ട് കുതിക്കുന്നതിന് പ്രേരകമായും ഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അദൃശ്യനെ തേടി എന്ന കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സിന്ധു ഭൈരവി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ലക്ഷ്മി ശ്രീയാണ്. സംഗീതം പകർന്നിരിക്കുന്നത് ആവി കപ്പൂച്ചിൻ.
അധികം ദൂരത്തല്ലാതധികമടുത്തല്ലാതതുല പ്രഭാവമേ നീ മറഞ്ഞിരിക്കുന്നു. അധികം ദൂരത്തല്ലാതധികമടുത്തല്ലാതതുല പ്രഭാവമേ നീ മറഞ്ഞിരിക്കുന്നു. അതിവേഗം ഞാൻ പാഞ്ഞു നിന്നടുക്കലേക്ക്, എന്നാൽ അതിലും വേഗത്തിലാണല്ലോ നീ കുതിക്കുന്നു. അതിവേഗം ഞാൻ പാഞ്ഞു നിന്നടുക്കലേക്ക്, എന്നാൽ അതിലും വേഗത്തിലാണല്ലോ നീ കുതിക്കുന്നു. തുല്യതയുടെ പാദങ്ങൾ കുഴഞ്ഞെന്നോ, ദൃശ്യതയുടെ മസ്തകമുടഞ്ഞെന്നോ, തുല്യതയുടെ പാദങ്ങൾ കുഴഞ്ഞെന്നോ, ദൃശ്യതയുടെ മസ്തകമുടഞ്ഞെന്നോ. നടന്നേൻ മന്ദം മന്ദം പരിക്ഷീണനായി വീണു കിടന്നീ, നിന്നേർക്കെന്റെ മിഴികൾ മാത്രം നീണ്ടു. നടന്നേൻ മന്ദം മന്ദം പരിക്ഷീണനായി വീണു കിടന്നീ, അവശം സ്പന്ദിക്കുന്ന മമ ഹൃത്തടം കണ്ടെന്നരികില ദൃശ്യനീ, ക്രൂരനീ, ദയാർദ്രനീ. അവശം സ്പന്ദിക്കുന്ന മമ ഹൃത്തടം കണ്ടെന്നരികില ദൃശ്യനീ, ക്രൂരനീ, ദയാർദ്രനീ. മസ്ജോൺ എന്ന തൂലികാനാമത്തിൽ കവിതകൾ എഴുതുന്ന എം.ജെ. ചീരൻ എന്ന കവിയുടെ കവിതകളെല്ലാം തന്നെ ഈശ്വര സമക്ഷം സമർപ്പിക്കപ്പെടുന്ന ബലിയർച്ചനകളാണെന്നാണ് അതിന് അനുഗ്രഹ ആമുഖ കുറിപ്പെഴുതിയ ആരാധ്യനായ എൻ കൃഷ്ണപിള്ള സാർ പറഞ്ഞിട്ടുള്ളത്. കവി ശ്രദ്ധിക്കുന്നത് അത്രയും മുറിവുകളെയാണ്, തലോടുന്നത് അത്രയും കണ്ണുനീർ പാടങ്ങളെയാണ്. കണ്ണുനീരൊലിച്ച് കവിൾത്തടങ്ങൾ ചീർത്ത് വരുമ്പോഴുണ്ടാകുന്ന ദുഃഖാവസ്ഥയിലാണ് കവിയുടെ മനസ്സ് ആമഗ്നമാകുന്നത്. അവിടെ സാംസാരികാനുഭവത്തിൻ്റെ ദുഃഖവ്യതകൾ കവി മനസ്സിനെ ക്ഷുബ്ധമാക്കുന്നു. ആ ഗ്രന്ഥത്തിന്, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിന് മറ്റൊരു അനുഗ്രഹക്കുറിപ്പ് എഴുതിയ ശ്രേഷ്ഠ കവി ONV പറയുന്നത്, കണ്ണുനീർ അക്ഷരങ്ങൾ വന്ന് പാർന്നു വീഴേണ്ടിയിരുന്ന താളിൽ
കണ്ണുനീർ വീണ് അത് ഈറൻ അണിഞ്ഞിരിക്കുന്നു. ആ ഈറൻ താളിൽ പകർത്തി വയ്ക്കുന്ന അക്ഷരങ്ങൾക്ക് ഒരു മനസ്സിൻ്റെ നൊമ്പരത്തിൻ്റെ സമസ്ത ഈറഭാവവും അതോടൊപ്പം ഈർപ്പമായി ഇടചേർന്നിരിക്കുന്നുവെന്നാണ്. മഹാഗുരു സാന്നിധ്യങ്ങളായ രണ്ടുപേരുടെയും ഇത്തരത്തിലുള്ള ശ്ലാഘനാപൂർണമായ വാക്കുകൾക്ക് അർഹത നേടിയ ഈ കവിയുടെ ഗാനമാകട്ടെ അടുത്തത്. ഉയർത്തെഴുന്നേറ്റവൻ്റെ അവനെക്കുറിച്ചുള്ള അന്വേഷണം, അവനെക്കുറിച്ചുള്ള വിശ്വാസം, അവനിലുള്ള പ്രത്യാശ, ഇതാ അവൻ എൻ്റെ അടുത്ത് എന്ന് സങ്കല്പിക്കുമ്പോൾ അവൻ അദൃശ്യനാകുന്നു. എവിടെ അറിയില്ല. അവൻ്റെ വീണ്ടുമുള്ള ഉണർവ് തൻ്റെ ആത്മാവിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് വരികയും അവനോടൊപ്പം പാപവിമോചിതനായി താനും ഉയർത്തെഴുന്നേറ്റ് വരുന്ന നിമിഷത്തിന് വേണ്ടി ക്ഷമയോടെ പ്രാർത്ഥനയോടെ ജപമാത്രകൾ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കവി മനസ്സിനെയാണ് നാം ഈ വരികളിലൂടെ കാണുന്നത്. കല്ലറയ്ക്കുള്ളിൽ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന ആശ്വാസ സന്ദേശം കിട്ടി ഓടിയെത്തി നോക്കുമ്പോൾ കല്ലറ ശൂന്യമാണ്. അവിടെ ഉയർത്തെഴുന്നേറ്റവനെ കാണാനില്ല. എവിടെയാണവൻ? അന്വേഷിക്കുമ്പോൾ അറിയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റത് കല്ലറയിൽ നിന്നല്ല, അവൻ ഉയർത്തെഴുന്നേറ്റത് തൻ്റെ ആത്മാവിലാണ്. ആ തിരിച്ചറിവിലേക്കുള്ള ഒരു തീർത്ഥയാനമാണ് ഈ കവിത. ആവി കപ്പൂച്ചിൻ ഈണം പകർന്ന മോഹനം രാഗത്തിലുള്ള ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അനുശ്രീ.
ജീവപ്രപഞ്ചമാ തൃച്ചാരു ചൈതന്യം ഉൾക്കൊണ്ടു നിൽക്കവേ തൃപ്പാദപീഠത്തിൽ പൂക്കളൊരുക്കവേ എൻ്റെ നിരുദ്ധ മിഴികളിൽ നിന്നെനിക്ക് ദിവ്യദർശനം നഷ്ടമായി തീർന്നുവോ എൻ്റെ നിരുദ്ധ മിഴികളിൽ നിന്നെനിക്ക് ആ ദിവ്യദർശനം നഷ്ടമായി തീർന്നുവോ ശക്തിയും ചൈതന്യവും ജ്ഞാനവും ഒരുമിച്ച് ഉൾച്ചേർന്ന് വരുമ്പോഴാണ് പരമമായ ഉണ്മ ഉത്ഭൂതമാകുന്നത്. അപ്രകാരമുള്ള പരമമായ ഉണ്മയെ, ഈശ്വര സാക്ഷാത്കാരത്തെ നോക്കി വിസ്മയപൂർവം ആരാധനാപൂർവം പൂർണ്ണ വിധേയനായി കൈകൂപ്പി നിൽക്കുന്ന ഒരു കവി ഹൃദയത്തെയാണ് KM ഡേവിഡിൻ്റെ കവിതകളിൽ തനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതെന്ന് ആ കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയ കണയംപ്ലാവൻ പറയുന്നു. ആചാര്യൻ കവിയാവുകയും കവി ആചാര്യനാവുകയും ചെയ്യുമ്പോഴുള്ള അന്യോന്യത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന പുതിയ ധ്യാന വിചാരങ്ങൾ കവിതയ്ക്ക് അലങ്കാരമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകളെന്ന് അനുഗ്രഹപൂർണമായ ആശിസ്സുകൾ നൽകിക്കൊണ്ട് പ്രസ്താവിക്കുന്നു ചെറിയാൻ കുനിയന്തോടത്തെന്ന ശ്രേഷ്ഠ പുരോഹിതനായ കവി. നാം ഇവിടെ തിരിച്ചറിയുന്നത് ഇതൊരു സ്തോത്ര വാഴ്വിൻ്റെ ഗീതമാണ്. സ്തോത്രഗീതങ്ങൾക്ക് എപ്പോഴുമുള്ള പരിമിതി അവ ആവർത്തിക്കപ്പെടുമ്പോൾ അതിലെ ആവർത്തന വിരസത അതിൽ നിന്ന് കിനിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പക്ഷെ പൂർണ്ണമായും ഈശ്വര സമക്ഷത്തിൽ സമർപ്പിച്ചുകൊണ്ട് ധ്യാന തുടർച്ചയിൽ വിരചിതങ്ങളാകുന്ന കവിതകളിൽ പുതിയ ബിംബങ്ങൾ അക്ഷരങ്ങളോട് ഇടചേർന്നുകൊണ്ട് പുതിയ രൂപകങ്ങളായി മാറുകയും അവ പുതിയ വിചാരധാരകൾക്ക് ഉയിർ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവ ഒന്നിൽ നിന്നൊന്ന് വ്യതിരിക്തമാകുന്നു. ആവി കപ്പൂച്ചിനാണ് ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത്. മോഹനം രാഗത്തിൽ സാബു ഗാനം ആലപിക്കുന്നു. ശക്തിയും ജ്ഞാനവും മേലിച്ചു സർവത്ര വർത്തിക്കുമുന്മയാം ചൈതന്യമേ. ശക്തിയും ജ്ഞാനവും മേലിച്ചു സർവത്ര വർത്തിക്കുമുന്മയാം ചൈതന്യമേ. പാരിൻ വിധാതാവേ വാക്യമഹന്തതൻ വേരറുത്തിടുകൻ മാനസത്തിൽ. പാരിൻ വിധാതാവേ വാക്യമഹന്തതൻ വേരറുത്തിടുകൻ മാനസത്തിൽ. എൻ സമസൃഷ്ടങ്ങൾ എല്ലാവരെയും ഞാൻ എന്നെ പോ കാണുവാൻ കാഴ്ച നൽകൂ. എൻ സമസൃഷ്ടങ്ങളെല്ലാവരെയും ഞാൻ എന്നെ പോ
ശീതള നീർ പൊഴിക്കാം വിദ്വേഷവന്യ നീറുമിടങ്ങളിൽ മൈത്രിതൻ ശീതള നീർ പൊഴിക്കാം. ദുഃഖത്തിൻ കൂരിരുൾ ചൂടുമിടങ്ങളിൽ ഒക്കെയും സാന്ത്വന ദുഃഖത്തിൻ കൂരിരുൾ ചൂടുമിടങ്ങളിൽ ഒക്കെയും സാന്ത്വന തെങ്ങുമെന്നാശകൾ സാക്ഷാത്കരിക്കുവാൻ അങ്ങുന്നനുഗ്രഹം കേകിടണം. തെങ്ങുമെന്നാശകൾ സാക്ഷാത്കരിക്കുവാൻ അങ്ങുന്നനുഗ്രഹം കേകിടണം. സ്വേച്ഛാധികാര പ്രമത്തതൻ മുമ്പിൽ മുട്ടുമടക്കായ്വാൻ ശക്തി നൽകൂ. കീർത്തിയും വിത്തവും ലോകസുഖങ്ങളും തീർത്തിടും ബന്ധനം വിട്ടുമാറി. സത്യവും സ്നേഹവും സൗന്ദര്യബോധവും നീതിയും ത്യാഗവും ധീരതയും കാന്തി പ്രകർഷം ചൊരിഞ്ഞിടും പാതയിൽ ശാന്തിയോടെന്നും ചരിച്ചുകൊള്ളുവാൻ ത്വത്കൃപാപീയൂഷം വർഷിക്കദാസനിൽ തൃക്കഴൽ താണു വണങ്ങിടുന്നേ. തൃക്കഴൽ താണു വണങ്ങിടുന്നേ. തൃക്കഴൽ താണു വണങ്ങിടുന്നേ. ആട്ടിൻപറ്റത്തിൻ്റെ ചൂര് വഹിക്കുന്നവനാണ് നല്ല ആട്ടിടയൻ എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഒരുപക്ഷേ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ ഒരു അനുരണനം അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് അക്ഷരരൂപത്തിൽ തികട്ടി വന്നതിൻ്റെ ഭാഷ്യമാകാം ഇത്. സത്യമാണത്. ആട്ടിൻപറ്റത്തെ സ്വന്തം മാറോട് ചേർത്ത് അണയ്ക്കുന്നവന്, ആ ആട്ടിടയന് ആടിൻ്റെ ചൂരുണ്ടാവുക സഹജമാണ്. അപ്പോൾ മാത്രമാണ് തൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ ചൂട് വേവുകളും അവരുടെ താപതപങ്ങളും ആട്ടിടയൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും അവയ്ക്കുള്ള പരിഹാരം ആട്ടിടയൻ്റെ സ്നേഹവാത്സല്യ മസൃണതകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുക. അതെ, ആട്ടിൻപറ്റത്തിൻ്റെ ചൂരുള്ള ഇടയനെ തേടിയാണ് കവി മനസ്സുകൾ ഉടറുന്നത്. ആ ഇടയൻ്റെ വാത്സല്യമാണ് അവരുടെ കാവ്യങ്ങളായി പിറക്കുന്നത്. ആ സംഘത്തിൻ്റെ ഇടയനോടുള്ള സമർപ്പിതമായ ആദരമാണ് അവരുടെ കാവ്യാർച്ചനകൾ. കാവ്യാമൃതം തുടരുന്നു. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം